ഹലോ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ കോഴിക്കോട് മുട്ടായിത്തെരുവിലാണല്ലോ. മുട്ടായിത്തെരുവിൽ പെരുന്നാളൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ റംസാനത്തിൻ്റെ അവസാന നാളുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെരുന്നാൾ കച്ചവടവും കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് മുട്ടായിത്തെരുവിലെ കച്ചവട കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് മുട്ടായിത്തെരുവിന് പേര് നൽകിയിരിക്കുന്നത് യൂറോപ്യന്മാരാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആദ്യം ഇവിടെ മിഠായികളും അലുവകളും മാത്രമായുള്ള കടകളായിരുന്നു. ഇപ്പം വസ്ത്രങ്ങളും ഫുട്വെയറുകളുമാണ് ഏറ്റവും കൂടുതലും. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഏറ്റവും വലിയ കച്ചവട കേന്ദ്രമാണ് മുട്ടായിത്തെരുവ്. ഏത് സാധാരണക്കാരനും പണക്കാരനും എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലുള്ള റേഞ്ചുകളും ഉള്ള വസ്ത്രങ്ങളും എല്ലാ ഐറ്റംസുകളും കിട്ടുന്ന സ്ഥലം കൂടിയാണ്. ചുരുക്കം പറഞ്ഞാൽ കുചേലനും കുബേരനും ഒരേ സമയം വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കച്ചവട കേന്ദ്രമാണ് കോഴിക്കോട് മുട്ടായിത്തെരുവ്. ഇപ്പോഴും ഇവിടെ അലുവക്കടകളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. എന്നാലും കൂടുതലൊന്നുമില്ല. വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ കടകളൊക്കെ നമുക്കിവിടെ കാണാം. കൂടുതലും വസ്ത്രങ്ങളും ഫുട്വെയറുകൾ, ഫാൻസി ഐറ്റംസുകൾ, ഇതൊക്കെയാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ റംസാൻ കഴിയാൻ പോകുന്നു, ചെറിയ പെരുന്നാൾ അടുക്കാൻ പോകുന്നു. ചെറിയ പെരുന്നാളിൻ്റെ തിരക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ചെറിയ പെരുന്നാൾ ആഘോഷമാണ്. അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. ഈ മുട്ടായിത്തെരുവിൻ്റെ ഉള്ളിൽ ഒരു തിയേറ്ററും കൂടിയുണ്ട്. നമ്മളെ രാധ തിയേറ്റർ, കോഴിക്കോടത്തെ ഏറ്റവും പഴയ തിയേറ്ററാണ്. ഇപ്പോൾ ഇത് മാജിക് ഫ്രെയിംസ് രാധ എന്നാണ് അറിയപ്പെടുന്നത്. പഴയ തിയേറ്ററാണ് രാധ തിയേറ്റർ. ഇത് മുട്ടായിത്തെരുവിൻ്റെ ഉള്ളിലാണ് ഈ തിയേറ്റർ. ഒരുപാട് കാലവർഷത്തിൻ്റെ പഴക്കമുണ്ട് തിയേറ്ററിന്. ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ട് പോകുന്ന മാജിക് ഫ്രെയിംസ് ആണ് രാധ തിയേറ്റർ. അതും മുട്ടായിത്തെരുവിൻ്റെ ഉള്ളിലാണ്. പിന്നെ പല തരത്തിലുള്ള ഐറ്റംസുകളാണ്. ഷർട്ട്, പാൻസ്, ചുരിദാർ, മെറ്റീരിയൽസ്, സോക്സ്, ചെരുപ്പുകൾ, നമുക്ക് വേണ്ട എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം ഒരു കുടക്കീയിൽ കിട്ടും. ഇവിടെ കുറച്ച് കാശുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുന്ന എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. ദാഹം മാറ്റാൻ ഫ്രൂട്ട്സ്, കാര്യങ്ങൾ, ജ്യൂസുകളെല്ലാം കിട്ടും. കോഴിക്കോട്ടുകാർക്ക് മുട്ടായിത്തെരുവ് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട സംസ്കാരത്തിൻ്റെ ഒരു വികാരം തന്നെയാണ്. മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും ഇവിടെ ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. അവർക്കും മുട്ടായിത്തെരുവ് എന്ന് കേൾക്കുമ്പോൾ, കോഴിക്കോട് മുട്ടായിത്തെരുവിൽ വന്ന് പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പം അവർക്കും വലിയ താല്പര്യത്തോട് കൂടിയിട്ടാണ് മറ്റുള്ള ജില്ലകളിൽ നിന്നും കോഴിക്കോട് മുട്ടായിത്തെരുവിലേക്ക് ആൾക്കാർ വരുന്നത്. കുറഞ്ഞ ദിവസം കൂടെ ഉള്ളൂ ചെറിയ പെരുന്നാളിന്. അതിൻ്റെ തിരക്കുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം റംസാൻ സമയമായതുകൊണ്ട് വൈകിട്ട് നോമ്പ് തുറന്നതിന് ശേഷമാണ് ആൾക്കാരെല്ലാം പർച്ചേസിങ്ങിന് കൂടുതൽ ഇറങ്ങുക. ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച സമയമാണ്. ഉച്ച സമയത്ത് പൊതുവെ ആൾക്കാർ കുറവായിരിക്കും. എന്നാലും ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് ഈ സമയത്തും ഇവിടെ കാണുന്നത്. ജീൻസുകൾ മാത്രമായിട്ട് വളരെ കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നൊരു കടയാണ്. ചെരുപ്പൊക്കെ 150 ഉള്ളൂ.
ചെരുപ്പ് 150 ഉണ്ട്, ടോപ്പ് 250 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 ടോപ്പ് 500 ഉണ്ട്. 3 ടോപ്പിന് 500. 3 ടോപ്പ് 500. 3 ടോപ്പ് 500. കോട്ടൻ്റെ ടോപ്പ് ഉണ്ട്. കോട്ടൺ സെറ്റ് 350 ഉണ്ട്. 350 ഉണ്ട്. പിന്നെ ചെരുപ്പ് ഡെയിലി യൂസ് അല്ലാത്ത ഫാൻസി എല്ലാ മോഡലും ഉണ്ട്. ചെരുപ്പൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ചെരുപ്പ് 150 150 ടോപ്പ് 3 500 രൂപ. 500 രൂപ ഉള്ളൂ. 3 ടോപ്പ് 500 രൂപ. എൻ്റെ കടൻ്റെ പേരിൽ നിന്ന് വ്യോമ മുട്ടായി തെരുവിൽ കേട്ടോ. 3 ടോപ്പ് 500 രൂപ അല്ലേ? ടോപ്പ് 500. പെരുന്നാൾക്ക് എന്താ സ്പെഷ്യൽ? എന്താ പെരുന്നാൾക്ക് വെച്ചിട്ടുള്ള നല്ല ഷോളുണ്ട്, ഇങ്ങറുണ്ട്. തിരക്കൊക്കെ കൂടി തുടങ്ങിയോ? നല്ല തിരക്കാ അല്ലേ? അത്യാവശ്യം ആൾക്കാർക്ക് ഒന്ന് തുടങ്ങി. ഇപ്പൊ ഉച്ച ആയതുകൊണ്ടാണ് അല്ലേ? നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നല്ല ജനമായിരിക്കും. കച്ചവടമൊക്കെ ഉണ്ട്, ഉഷാറായി പോകുന്നു. മുട്ടായി തെരുവ് ഇപ്പോഴും ഉണ്ട്. അലുവ കടകളൊക്കെ, കോഴിക്കോട് അലുവ, ഇങ്ങനത്തെ കുറച്ച് കടകൾ ഇപ്പോഴും മുട്ടായി തെരുവിലുണ്ട്. ആഘോഷങ്ങൾ ഏതായാലും, പെരുന്നാളായാലും ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഈ മിഠായി തെരുവ് എന്നും ഇതേപോലെ തന്നെ കച്ചവടക്കാരെ കൊണ്ടും ജനങ്ങളെ കൊണ്ടും നിറഞ്ഞു നിൽക്കും. ഓരോ സമയത്ത് ഓരോ വെറൈറ്റി ഐറ്റംസുകളും മിഠായി തെരുവിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ആഘോഷവും മിഠായി തെരുവൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇനിയും ഇതേപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.